കൊലാറ ഫുഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളനാണ്. അതിനായിട്ട് ഒരു നേന്ത്രക്കായ നെടുകെ കീറി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരപ്പിനായിട്ട് ഒരു നാളികേരം ചിരവിയത്, നല്ല ജീരകം, പച്ചമുളക് എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. 1/2 ലിറ്റർ തൈര് എടുത്തു വെച്ചിട്ടുണ്ട്. തൈര് ചേർത്ത് അരച്ചു വെച്ച അരപ്പാണ് കേട്ടോ ഇത്. ഇനി നമുക്കുണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് നേന്ത്രക്കായ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കായ വേവാൻ ആവശ്യമായ വെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് തിളച്ച ശേഷം മൂടി വെച്ച് ചെറുതീയിൽ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ആവശ്യമെങ്കിൽ കായയുടെ പകുതിയോളം ചേന കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേനയൊന്നും ചേർക്കുന്നില്ല, കായ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് നന്നായി വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നമ്മൾ വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ തുള്ളി പോലും വെള്ളമില്ല. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഇത് അടി പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് കൂടാനും കൂടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നെയ്യൊക്കെ ചേർത്ത് വന്നപ്പോൾ ചെറുതായി അടിയിൽ പിടിച്ചതൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് തൈരാണ് കേട്ടോ. തൈര് കട്ടയില്ലാതെ ഉടച്ച് വെച്ചതാണ്. പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നാളികേരത്തിൻ്റെ കൂട്ടുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വെണ്ണ പോലെ തൈര് ചേർത്ത് അരച്ച് വെച്ചതാണ് കേട്ടോ. ഒട്ടും തരിയില്ല, നന്നായി അരച്ചിട്ടുണ്ട്. ഇനി ഇത് വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കാം. വെള്ളം വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കേടാവാതെ കുറേ ദിവസം സൂക്ഷിക്കാം കേട്ടോ. ഇനി നമുക്കിത് നെയ്യിൽ കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ താളിച്ചൊഴിക്കാം കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷമാണ് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊന്നും ഒട്ടും മാറില്ല കേട്ടോ. ഇനി നമ്മളിത് എടുത്തു വെച്ച കറിയിലേക്ക് ഒഴിച്ച് ഇളക്കി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഈ ഓണത്തിന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. 15 പേർക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. താങ്ക്